ഇത് ഇന്ന് എഡിഫുവിൽ ഇന്ന് നമ്മൾ എസ്ന ലോക്കിലേക്ക് പോവുകയാണ്. സാധാരണ നമ്മൾ സൂയസ് കനാലിൻ്റെ ഒരു അതേ സിസ്റ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സൂയസ് കനാലിൻ്റെ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ. അതുപോലെയാണ് ഇവിടുത്തെ ഈ ബോട്ടുകളൊക്കെ. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ താഴെയും മുകളിലുമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിലുണ്ട്, ആലപ്പുഴ ജില്ലയിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഇതേ ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് കഥയും പറയുന്നുണ്ട്. ഇത് കാണിച്ച് നമ്മൾ അതിലേക്ക് പോവുകയാണ്. নিজে দেখবো ভিডিও চোখ that's fine, no, the air waterproof kara, that's fine, it's waterproof. എസ്ന ലോക്ക് എല്ലാ ഷിപ്പുകളും ഇങ്ങനെയാണ് പോകുന്നത്. ഇതേ ലൈനിൽ ഒരു 3 ഷിപ്പുണ്ട്. ആ 3 ഷിപ്പും ഇതുപോലെയാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഷിപ്പ്, ഞങ്ങൾ കയറിയ ഷിപ്പും അപ്പുറത്തേക്ക് ഈ കാണുന്ന പാലത്തിൻ്റെ താഴെയുടെ വാട്ടർ ലെവലിൽ ഡിഫറൻസ് വന്നിട്ട് അത് താഴേക്ക് ഇറങ്ങിപ്പോകും. മുകളിലൂടെ വെഹിക്കിൾസ് എല്ലാം പോകുന്നുണ്ട്. വാട്ടർ ലെവൽ താഴെപ്പോൾ നമ്മൾ ഈ ഷിപ്പ് ബ്രിഡ്ജിന് താഴെയായിട്ട് മാറും. ഇത് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പ്രതിഭാസമാണ്, എഞ്ചിനീയറിംഗ് കഴിവാണ്, മികവാണ്. നമ്മുടെ ഷിപ്പ് കടക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഇപ്പോൾ കടത്തി വിടുന്നുണ്ട്. ആ വാട്ടർ ലെവൽ കറക്റ്റ് ആക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും അസ്വാൻ, ഈജിപ്തിലെ അസ്വാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത യാത്രയാണ്. നൈൽ നദിയുടെ ഭാഗമാണത്. നൈൽ നദിയുടെ യാത്രയിൽ നിന്ന് നമ്മൾ എഡുഫു എന്ന സ്ഥലത്ത് വന്നിട്ട് ഞങ്ങൾ ലക്ഷർ എന്ന സ്ഥലത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജലപാത നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നൈൽ നദിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസമാണിത്. ഇവരിപ്പോൾ ഒരു ഭാഗത്ത്, നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് വെള്ളപ്പൊക്കവും വെള്ളത്തിന് പൊക്കം കൂടുതലാണ്, അപ്പുറത്തെ വെള്ളം താഴ്ചയാണ്. അപ്പോൾ ഇത് ഒരേ ലെവലിലാക്കിയിട്ട് ആ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഗേറ്റുകൾ തുറക്കും. അതൊരു പ്രതിഭാസമാണ്, എഞ്ചിനീയറിംഗ് പ്രതിഭാസമാണ്, എഞ്ചിനീയറിംഗ് ടെക്നോളജിയാണ്. ഈ ഷിപ്പ്, ഇതിൻ്റെ പുറകെ തന്നെ ധാരാളം ഷിപ്പുകൾ ഇപ്പോൾ കാത്തു നിൽക്കുന്നുണ്ട്. അതിന് സൈഡിൽ അപ്പുറത്തും നമ്മുടെ ഷിപ്പുകൾ കാത്തുന്നുണ്ട്. അവരും ഈ ആൾക്കാരുടെ ഈ ബഹളമായതുകൊണ്ട് ഇത് കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്കിത് കാണിക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടില്ലേ, ഈ ബ്രിഡ്ജ് കണ്ടല്ലോ, ബ്രിഡ്ജിൻ്റെ താഴെയുടെ നമ്മൾ ഷിപ്പ് കടന്നു പോകും. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇവിടെ കാണുന്ന എല്ലാ ഷിപ്പും, അതായത് ഒരു 7-8 ഷിപ്പുകൾ ഇതുപോലെ ആ വെള്ളത്തിലൂടെ കനാലിലൂടെ കയറി പോകാനായിട്ട് നിൽക്കുന്ന, ഞങ്ങളുടെ പുറകെ നിൽക്കുന്ന ഷിപ്പുകളാണ് ഇവരൊക്കെ. ഈ എസ്ന ലോക്കിലൂടെ കൂടെ ഇവരെല്ലാം ഇത് ഓരോ പ്രോസസ്സായിട്ട് നമ്മൾ ഈ സൂയസ് കനാലിൻ്റെ അതേ സ്റ്റൈലിലാണ് ഇവിടുത്തെ വെള്ളം താഴ്ത്തി അപ്പുറത്തെ വെള്ളത്തിന് ഈക്വലായിട്ട് നിർത്തിയിട്ട് അവർ കൊണ്ടുപോകുന്ന ഒരു സീനാണിത്. ഇത് തുറക്കുകയാണ് ഇപ്പോൾ ഗേറ്റ്. പതുക്കെ തുറന്നിട്ട് നമ്മുടെ ഷിപ്പ് അങ്ങോട്ടേക്ക് പോകും. ഈ ലോക്ക് തുറന്നു, വെള്ളത്തിൻ്റെ ലെവൽ താഴ്ത്തി കണ്ടോ. ഇത് ഷിപ്പ് ഇപ്പോൾ നമ്മുടെ ലെവല് മറ്റപ്പുറത്തെ വെള്ളത്തിന് ഈക്വലായി. ബ്രിഡ്ജിൽ നിന്ന് വളരെ താഴ്ന്ന്, ഞങ്ങൾ ഏറ്റവും ബ്രിഡ്ജിൻ്റെ താഴെ തലയൊക്കെ മുട്ടേണ്ടതായിരുന്നു നമ്മൾ. പക്ഷേ വെള്ളത്തിൻ്റെ ലെവല് താഴ്ത്തിയ സമയത്ത് നമ്മൾ വളരെയധികം ലെവല് കറക്റ്റ് ചെയ്തു. എന്നിട്ട് ഷിപ്പ് ഇപ്പോൾ പതുക്കെ മൂവ് ചെയ്യും. എന്നിട്ട് അപ്പുറത്തേക്ക് കിടക്കും. പിന്നെ നോർമൽ റൈഡിലേക്ക് നമുക്ക് എഡുഫുന്ന് നമ്മൾ നേരെ നമ്മൾ പോകുന്ന ലക്ഷർ. ലക്ഷറിലേക്ക് പോകാനുള്ള വഴിയാണത്. ഇതല്ലാതെ വെള്ളത്തിലൂടെ വേറെ വഴിയില്ല. ആസ്വാനിൽ നിന്നും നൈൽ നദിയുടെ ഭാഗം തന്നെയാണത്. നൈൽ നദിയുടെ ഭാഗത്തിൽ നിന്ന് നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. ആ വഞ്ചിയൊക്കെ ഇതിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അവർ നേരത്തെ അങ്ങോട്ട് പോവുകയാണ്. കച്ചവടക്കാരാണ്, വഴിയോര കച്ചവടക്കാരാണ്. നമ്മുടെ ഷിപ്പ് മൂവ് ചെയ്തു തുടങ്ങി. അതിൻ്റെ താഴെയുള്ള ആ കയറൊക്കെ ഒരു മാറ്റുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്.
ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇത് കയറ് അഴിച്ചു വിട്ടു. എന്നിട്ട് അത് കയറ് വലിച്ചെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഷിപ്പ് മൂവ് ചെയ്യുകയാണ്. നമ്മുടെ ഇപ്പോൾ പാലത്തിൻ്റെ അടുത്തൂടെ, പാലത്തിൻ്റെ താഴെയൂടെ പോകുന്നു. പാലത്തിന് മുട്ടിയായിരുന്നു നമ്മുടെ ഷിപ്പ്. ഈ വെള്ളത്തിൻ്റെ ലെവൽ താഴ്ത്തിയപ്പോൾ മുമ്പിലുള്ള വെള്ളത്തിനുമായിട്ട് അപ്പുറത്തെ വെള്ളമായിട്ട് ഈക്വലായി. ഞങ്ങൾ എഡിഫൂന്ന് ലക്ഷർ ഭാഗത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ നഗരമാണ് കാണുന്നത്, അപ്പുറത്തെ നഗരമാണ്. അപ്പോൾ ഈ ബ്രിഡ്ജിൽ നിന്ന് കാണുന്നു. ബ്രിഡ്ജ് നമ്മൾ മാറി ഇവിടത്തേക്ക് ഈ ഭാഗത്തേക്ക് വന്നു. ഒന്നിന് പുറകെ മറ്റ് ഷിപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുറകെ തന്നെ വരുന്ന ഷിപ്പുകളാണ് ഇതൊക്കെ. ഇതേപോലെ തന്നെ മറ്റേ ചാനലും ഉണ്ട്. ആ ചാനലിലൂടെയും ഈ ഷിപ്പുകൾ കടക്കുന്നുണ്ട്. ഷിപ്പിൻ്റെ പുകയായ കണ്ട് അത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല നമുക്ക്. എന്നാലും ഏകദേശം നമുക്ക് ആ ടെക്നോളജിയിലൂടെ വരുന്ന ഷിപ്പുകളാണ്. ഒന്നിന് പുറകെ ഒന്നായിട്ട് 5-8 ഷിപ്പുകൾ ഇപ്പോൾ കടന്നു വരും. നമ്മുടെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ട് നൈൽ നദിയുടെ ഭാഗമായിട്ട് പറഞ്ഞ ഒരു കഥയാണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ലക്ഷർ പോകുന്ന വഴിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇതൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം സോക്രട്ടീസ് തൻ്റെ യാത്ര തുടങ്ങുന്നത്. സോക്രട്ടീസ് നമ്മളെല്ലാവരും അറിയും, ഒരു വലിയൊരു ഫിലോസഫറാണ്. ഈ ഫിലോസഫർ ഒരിക്കൽ ഭാരതത്തിൻ്റെ ഒരു കുടുംബത്തിലെത്തിയ സമയത്ത് ഒരു കൂട്ടുകുടുംബമായിരുന്നു അത്. ആ കൂട്ടുകുടുംബത്തിൽ അദ്ദേഹം വന്ന സമയത്ത് അവിടെ ഒരു കാർഡൂർ അവിടെ ഒരു ചെയറിലിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു. കുറേ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവിടെ ഓടി നടന്ന് കളിച്ചും ബഹളം ഉണ്ടാക്കിയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ സോക്രട്ടീസിന് അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇത് എന്ത് പരിപാടി എന്നാണ് നടക്കുന്നത് അദ്ദേഹത്തിന്. കാരണം കൂട്ടുകുടുംബം സാധാരണ അവരുടെ നാടുകളിലൊന്നും കാണാറില്ല. അപ്പോൾ ഭാരതത്തിൽ മാത്രമേ കൂട്ടുകുടുംബമുള്ളൂ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതെന്താ സംഗതി, നിങ്ങൾ എങ്ങനെയാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്? അപ്പോൾ ആ വയസ്സായിട്ടുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ ആരെയും കൺട്രോൾ ചെയ്യുന്നില്ല. ഞാൻ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ശാന്തമായിട്ട് ഇവരുടെ ഓരോ ആക്ടിവിറ്റീസും കണ്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് എന്നിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഈശ്വരനാമം ജപിച്ച് ഇങ്ങനെ കഴിയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നത്. ഞാൻ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല, ഒരു ഉപദേശം കൊടുക്കാറില്ല. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഒരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ പ്രശ്നം വരികയാണെങ്കിൽ പ്രശ്നം വരുമ്പോൾ അവരെന്നെ സമീപിക്കും. ആ സമയത്ത് ഞാൻ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ പറയും. അല്ലാണ്ട് ഞാൻ കയറി അവരെ ഉപദേശിക്കാനോ അവരെ ആജ്ഞാപിക്കാനോ അവരെ നയിക്കാനോ ഒന്നും പോകാറില്ല. അപ്പോൾ അവർ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? തെറ്റ് ചെയ്താൽ അവരെ അതിൻ്റെ ഫലം അനുഭവിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ കൂട്ടുകുടുംബത്തിൽ ഏറ്റവും സന്തോഷമായിട്ടുള്ള ജീവിതം കിട്ടാനായിട്ട് ആ കാർണൂർ കാണിച്ചു കൊടുത്ത കാര്യമാണ് സോക്രട്ടീസ് വഴി നമ്മൾ ലൈഫിൽ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സംഭവം നൈൽ നദിയുടെ യാത്ര ചെയ്യുന്ന സമയത്ത് കൂട്ടുകുടുംബത്തിനെക്കുറിച്ച് ഭാരതത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഈ ടെക്നോളജിയും നമ്മൾ പറയുമ്പോൾ എല്ലാം കൂടെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു സായാഹ്നത്തിലാണ് ഞങ്ങൾ ഈ കുറച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറോടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ നൈലിലൂടെ നമ്മൾ അടുത്ത ലക്ഷ്യമായ ലക്സറിലേക്ക് നമ്മൾ എത്തും. ഇതാണ് ഇന്ന് ഇവിടെ വെച്ചിട്ട് പറയാനുള്ള കഥാമൃതത്തിൻ്റെ ഒരു എപ്പിസോഡ്.